തുടക്കത്തിൽ മുതലുള്ളത് ഇത് അസ്വാഭാവിക മരണമാണോ എന്നുള്ളതായിരുന്നു സംശയം. അസ്വാഭാവിക മരണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ പരിശോധന നടത്തുന്നു. ആ പരിശോധന നടത്തിയപ്പോൾ ഇരുന്ന നിലയിൽ, അതായത് സമാധിയായി ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പൂർണ്ണമായും ജീർണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു പോലീസ് സർജന്മാർ ഉൾപ്പെടെ അവിടെ എത്തിയത്. എന്തായാലും പ്രാഥമിക പരിശോധനയിൽ ശരീരത്തിൽ ബാഹ്യമായ വലിയ പരിക്കുകളില്ല. അതായത് സാധാരണ ആരെങ്കിലും മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകാവുന്ന തരത്തിലുള്ള പരിക്ക് ഒറ്റ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. എന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും ഒരു മറ്റുള്ള രീതിയിലുള്ള മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവികമല്ലാത്ത രീതിയിലാണോ എന്ന് പൂർണ്ണമായി പറയാൻ പറ്റത്തില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനിയും കുറച്ച് രാസപരിശോധനാ ഫലം വരണം. എന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്, ഇവ പരിശോധിക്കണം. ധന്യ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആന്തരിക അവയവത്തിലേക്ക്, അതായത് ഭസ്മം ഉള്ളിൽ ചെന്നോ എന്നുള്ളതാണ് അല്ലേ. ഭസ്മം ഉള്ളിൽ ചെന്നോ എന്നുള്ളത് വലിയ സംശയം. കാരണം ഈ ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത്, അതായത് ഈ കല്ലറയിൽ വായിൽ ഭസ്മം നിറഞ്ഞ രീതിയിലായിരുന്നു. വായിൽ ഭസ്മം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിലേക്ക് എത്താൻ യാതൊരു സാധ്യതയില്ല. അപ്പം ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശ്വാസകോശത്തിലെത്തൂ. ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അംശം കണ്ടെത്തിയാൽ ഒരു പക്ഷേ ഒരു കൊലപാതക കുറ്റത്തിലേക്ക് ഇത് കേസ് വഴിമാറാം. അപ്പം വളരെ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാകാം. മാത്രമല്ല ഈ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി, അതായത് സമാധി ഇരുത്താൻ വേണ്ടി 3-4 ചാക്ക് ഭസ്മം ഉപയോഗിച്ചു, അതുപോലെ തന്നെ കർപ്പൂരം ഉപയോഗിച്ചു. ഇതെല്ലാം കൊണ്ട് കഴുത്തറ്റം മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിശദമായ പരിശോധന വേണം. ഇനി മാത്രമല്ല 4 അടിയോളം ഉയരമുള്ള ഒരാളാണ് ഈ ഗോപൻ സ്വാമി. അദ്ദേഹം ഇരിക്കുന്ന രീതിയിലാണല്ലോ ഈ സമാധികൾ. മാത്രമല്ല ഫ്രണ്ട് വശം തുറക്കാം, അതുപോലെ മുകൾ വശം തുറക്കാം. ഇങ്ങനെയാണ് ഈ സമാധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കല്ലറ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഈ മൃതദേഹം അതിനകത്തുള്ളിൽ വെച്ചതിന് ശേഷം ഒരു പക്ഷേ സിമെൻറ്റ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് അടച്ചതാകാം ഒരു സാധ്യത. ഇനി 2, ഈ മരണം എപ്പോഴാണ് സംഭവിച്ചത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. മരണസമയം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ സ്വാഭാവികമായ മരണമാണെങ്കിൽ ഇവർ പറയുന്ന അനുസരിച്ച് മരുന്നുമൊക്കെ കഴിച്ച് കഞ്ഞിയും ഒക്കെ കുടിച്ച് പോയി സമാധിയിരുന്നു, ആ സമയത്തിനുള്ളിൽ സംഭവിക്കണം. അതല്ല പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടെന്ന് സംശയം തോന്നും. ഇപ്പോൾ പറയുന്നത് ബന്ധുക്കൾ മകനൊക്കെ പറയുന്നത് കണ്ടോ, പ്രാഥമികമായ റിപ്പോർട്ടിൽ തന്നെ കൊലപാതകമൊന്നുമല്ല, ഞങ്ങൾക്ക് അച്ഛൻ്റെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കണം, അത് സമാധി ഇരുത്തണം, അത് വലിയ ചടങ്ങായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ചില സംഘടനകളും ഇവർക്കൊപ്പം കൂടുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന സൂചന ആന്തര അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇതൊരു കൊലപാതകമാണോ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ പോലീസിന് സംശയമുണ്ട്.